ഏറ്റവും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റൻ്റ്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ആര്യൻ. അവൻ്റെ സ്വഭാവം, അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അവൻ്റെ പെരുമാറ്റം ഒന്നും എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഇപ്പം രണ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ ഫാത്തിമ ഇറിറ്റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രണ ഫാത്തിമയോട് ഒട്ടും താല്പര്യമില്ലാതെ. പക്ഷേ ആര്യൻ ഒരു വൃത്തികെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഴ്സ്റ്റായ ഒരു കണ്ടസ്റ്റൻ്റ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ആര്യൻ ഗെയിം കഴിഞ്ഞ ശേഷം രേണുസുതിയെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ട്. ടാസ്ക് കഴിഞ്ഞപ്പോൾ രേണുസുതി ഒന്ന് തല കറങ്ങി അങ്ങ് വീണു. അത്രയും ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്കിൽ സ്വാഭാവികമായിട്ടും പറ്റാവുന്ന കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് രേണുസുതിനെ മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഒരു ചർച്ചയൊക്കെ നടന്നു കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നാളെ എനിക്ക് കൂടെ പോകും. അതൊക്കെ ഒന്നായിരിക്കും അവസ്ഥ. പറയല്ലേ എന്ത് പറയില്ല അടുത്തേക്ക് പോകുന്നു പറയും. വീട്ടിൽ എന്തെങ്കിലും പറയുന്നിങ്ങനെ നോക്ക്. തൊട്ടാ ചത്തുപോകുന്ന ആളാണ്. ഇങ്ങനെയാണെങ്കിൽ രേണുസുതി ചേട്ടൻ്റെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് അത് അവന് അക്ബർ പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നുമ്പോൾ അയ്യേ തമാശയല്ലേ, ഇതത്ര ഇങ്ങനെ സീരിയസ് ആക്കണോ എന്നാണ് ആര്യൻ്റെ സംസാരം. എടാ നീ നിൻ്റെ കുടുംബത്തിൽ പോയിട്ട് ഇതുപോലെ സംസാരിക്കണോടാ, അല്ലാണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ രേണുസുതി ചേട്ടൻ്റെ അടുത്തോട്ട് പോകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ ആര്യ? എന്നിട്ട് അവൻ പറയുമോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, തമാശയ്ക്ക് പറഞ്ഞാണ്, നീ അത് ഇത്രയും ഷോ ഓഫ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. നിനക്ക് കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടോ? എന്നിട്ട് അങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനങ്ങനെ പറയുന്നു. ഈ ബോധമില്ലാത്തവനെയൊക്കെ ആരാണോ ഇതിൻ്റെ അകത്തൊക്കെ പിടിച്ചോട്ട് കയറ്റിയത്? ഇതാണോ നിൻ്റെ തമാശ? ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണോ നിൻ്റെ തമാശ? ഫിസിക്കൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ ആദ്യം പ്രശ്നം? ഫിസിക്കൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകുന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്നൊക്കെ ഉണ്ടല്ലോ ചെവിക്കല്ല് നോക്കി അവിടെ തരാൻ ആൾക്കാരില്ലാഞ്ഞതിൻ്റെ പ്രശ്നമാണ് നിനക്ക്. അത് തരാൻ നിൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ വായിന്ന് ഇതുപോലുള്ള സംസാരങ്ങൾ വീഴത്തില്ലായിരുന്നു. മനസ്സിലായോ? അതിനെ ന്യായീകരിക്കാൻ അപ്പാനിയും ജിഷിനും. കഷ്ടം. ശരിയെന്നാ.